ഹലോ, ലവ്ലി ദേവികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരടിപൊളി കഥയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിന് തൊട്ടു മുന്നായി ഒരു കാര്യം പറയാനുണ്ടേ. നമ്മുടെ മെമ്പർഷിപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മെമ്പേഴ്സ് ഉള്ളി ആയിട്ടുള്ള കഥകളൊക്കെ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. നിങ്ങൾക്കപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള കഥകളൊക്കെ കേൾക്കാൻ പറ്റും നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ. മറ്റൊരു ആപ്പിലേക്കും പോകണ്ട കേട്ടോ. അപ്പോൾ നേരെ ഒരു ഫാമിലി കഥ തന്നെ ആയാലോ? സ്റ്റോറി ഇവിടെ തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാല് ഇതെന്റെ കഥയല്ല, ജിബിന്റെ കഥയാ. ജിബിന്റെ കഥയുമല്ല, അനുഭവം തന്നെ. ശരിക്കും പറഞ്ഞാല് പത്തനംതിട്ടയിലാ അവന്റെ വീട്. ഇപ്പോൾ +2 പഠിക്കുന്നു. വീട്ടില് അച്ഛനും അമ്മയും പിന്നെ ഒരു ബ്രദറുമുണ്ട്. ബ്രദർ ഇപ്പോൾ നാട്ടിലില്ലാട്ടോ. ആള് പുറത്താണ്, വിദേശത്ത് ജോലി ചെയ്യുന്നു. അച്ഛൻ്റെ പേര് ബിനോയ്, 47 വയസ്സ്. എറണാകുളത്ത് ടാക്സി ഓടിക്കുവാണ്. എറണാകുളത്ത് നിന്ന് ഈ മൂന്നാറിലേക്ക് ടൂറിസ്റ്റുകളെ ട്രിപ്പ് കൊണ്ടുപോകുന്നതാ അച്ഛൻ്റെ പ്രധാന ജോലി. ഞായറാഴ്ച മാത്രമേ അച്ഛൻ വീട്ടിൽ വരുള്ളൂ. പക്ഷെ വരുമ്പോഴേക്കും അമ്മയ്ക്കും എനിക്കും ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെയാ കൊണ്ടുവരുന്നത്. ടൂറിസ്റ്റുകൾ അച്ഛന് ടിപ്പ് കൊടുക്കുന്ന പൈസ നല്ല ഒന്നാന്തര സമ്മാനങ്ങളൊക്കെ വാങ്ങി എനിക്കും അമ്മയ്ക്കുമായി അച്ഛൻ എത്തിച്ചു തരും. അമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ പേര് ജീന, 39 വയസ്സുണ്ട്. ശരിക്കും പറഞ്ഞാല് പാവാണ് കേട്ടോ. ജോലിക്കൊന്നും പോകുന്നില്ല. നല്ല സുന്ദരി. വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് തയ്യലൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഭംഗിയാ അമ്മയുടെ ചിരി കാണാൻ. പൊക്കം കുറച്ച് കുറവാ ആൾക്ക്. എങ്കിലും ചുരിദാറൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ഭയങ്കര ഭംഗി കൂടുന്നത് പോലെ. സാരി ഉടുക്കാൻ പൊതുവെ മടിയാണ്. ചുരിദാറാണ് ഇഷ്ടവേഷം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, എല്ലാ അർത്ഥത്തിലും അമ്മ സിനിമ നടി നിത്യ മേനോനെ പോലെയാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അമ്മയെ കാണാൻ ആ ഒരു ലുക്കാണെന്ന്. പിന്നെ മുഖം മാത്രമല്ല, ആകാരവടിവ് മുഴുവനും അമ്മയ്ക്ക് അങ്ങനെ തന്നെയാ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും പറഞ്ഞാല് ഭയങ്കര ദൈവവിശ്വാസിയാണ് അമ്മ. എന്നും വൈകിട്ട് എന്നെ വിളിച്ചിരുത്തി കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അമ്മയ്ക്ക് വീടിന്റെ അടുത്ത് അങ്ങനെ കൂട്ടുകാരികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാല് പുള്ളിക്കാരി വീട്ടിൽ ഒറ്റയ്ക്കാ. നേരെ ഇനി എന്റെ അനുഭവത്തിലേക്ക് കടക്കാല്ലേ. ഇത്രയും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചില്ലല്ലോ. ഒരു ഞായറാഴ്ച പതിവ് പോലെ ഞാനും അമ്മയും പള്ളിയിലേക്ക് പോയി. പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം അച്ഛനന്ന് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ഇടവകയിലേക്ക് ഓരോ സെക്രട്ടറിയും ഓരോ പ്രസിഡന്റും വേണമെന്ന്. അത് കുടുംബ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ തിരഞ്ഞെടുപ്പ് തുടങ്ങി. ഞങ്ങളുടെ യൂണിറ്റിലെ സെക്രട്ടറിയായി എടുത്തിരുന്നത് ജോർജ് എന്ന പേരുള്ള അങ്കിളിനെ ആയിരുന്നു. നല്ല പൂത്ത കാശുകാരനാണ്. സ്വന്തമായിട്ടൊരു ബ്ലാക്ക് കളർ ഫോർച്യൂണറൊക്കെ ഉണ്ട്. കാണാനും ഭയങ്കര ലുക്കാണ് പുള്ളി. നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടിയുടെ ഒരു ചായ. കയ്യിലും കഴുത്തിലും ഒക്കെ സ്വർണ്ണ ചെയിൻ ഉണ്ടാവും. അധികവും ജുബയും നല്ല വെളുത്ത മുണ്ടുമാണ് സ്ഥിരം വേഷം. ഞങ്ങളുടെ പള്ളിയിലെ ഏറ്റവും പണക്കാർ ജോർജ് അങ്കിളിന്റെ കുടുംബമാ. പക്ഷെ അതിനൊരു ജാടയും പുള്ളിക്കില്ല കേട്ടോ. എല്ലാവരോടും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് നല്ല ജോളിയായി നടക്കുന്ന ആള്. ഇടവകയിലെ എല്ലാവർക്കും അങ്കിളിനെ ഭയങ്കര കാര്യമാണ്. അങ്കിളിന്റെ കല്യാണം കഴിഞ്ഞതാ. 2 കുഞ്ഞു മക്കളും ഉണ്ട്. ആളുടെ ഭാര്യ കുവൈറ്റിലെ ഡോക്ടറാ. ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ അങ്കിളിന്റെ ഭാര്യയെ കണ്ടിട്ടുള്ളൂ. കണ്ടു കഴിഞ്ഞാല് +2 പഠിക്കുന്ന ഒരു ചെറിയ പെണ്ണാന്ന് തോന്നും. സെക്രട്ടറി ആയിട്ട് അങ്ങനെ ജോർജ് അങ്കിളിനെ സെലക്ട് ചെയ്തു. പ്രസിഡന്റായിട്ട് ആരായിരിക്കുമെന്ന് അച്ഛനിങ്ങനെ അന്വേഷിക്കുമ്പോഴേക്കും പെട്ടെന്നതാ എന്റെ അമ്മയോടായി മൈക്കിൽ വിളിച്ച് ചോദിക്കുന്നു, ജീനയ്ക്ക് പ്രസിഡന്റ് ആകുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന്. മടിച്ചാണെങ്കിലും അമ്മ സമ്മതിച്ചു പ്രസിഡന്റ് ആവാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഇടവകയിലെ കുടുംബ യൂണിറ്റിൽ ജോർജ് അങ്കിൾ സെക്രട്ടറിയും എന്റെ അമ്മ പ്രസിഡന്റുമായി. പള്ളി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഈ പ്രസിഡന്റൊക്കെ ആവേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇനി അതിന്റെ പേരിൽ ഓരോ കാര്യത്തിനൊക്കെ നടക്കേണ്ടി വരില്ലേ?
അമ്മയ്ക്കും വലിയ താല്പര്യമില്ലായിരുന്നു. എങ്കിലും അത്രയും പേരുടെ മുന്നിൽ വെച്ച് അച്ഛൻ ചോദിക്കുമ്പോൾ എങ്ങനെ പറ്റില്ല എന്ന് പറയും? കുറെ ആഴ്ചകൾ കടന്നുപോയി. എപ്പോഴോ ഒരു നിമിഷം എനിക്ക് അമ്മയുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന പോലെ. ആളുടെ ഫോൺ ഉപയോഗം നന്നായിട്ട് കൂടി. ഇപ്പൊ നോക്കിയാലും ഫോണിൽ നോക്കിയാ ഇരിക്കുന്നത്. ആദ്യം അത് കാര്യമാക്കിയില്ലെങ്കിലും അധിക സമയവും ടൈപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ ആരോടൊക്കെയോ ചാറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ദിവസം കൂടുന്തോറും ചാറ്റിങ്ങും കൂടി വന്നു. എപ്പോൾ നോക്കിയാലും അമ്മ ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് കാണാം. എനിക്കെന്തോ പന്തുകേട് തോന്നി. ആ സമയത്താണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളി തുടങ്ങുന്നത്. എൻ്റെ ഫേവററ്റ് ടീമാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതുകൊണ്ട് ആ ടീമിന്റെ എല്ലാ കളിയും ടി വിയിൽ മിസ്സാക്കാതെ കാണും. ലൈവ് തുടങ്ങുന്നത് രാത്രി 1 മണിക്കാ. അങ്ങനെ ഒരു ദിവസം രാത്രി 1 മണിയായപ്പോഴേക്കും അലാം വെച്ച് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് TV ഓൺ ചെയ്യാൻ ഹാളിലേക്ക് പോയി. ഞാൻ അമ്മയുടെ മുറിയിലതാ ലൈറ്റ് കിടക്കുന്നുണ്ട്, സംസാരവും കേൾക്കുന്നുണ്ട്. ഞാൻ വാതിലിനിടയിലൂടെ നോക്കുമ്പോൾ അമ്മ കിടന്നുകൊണ്ട് ആരോട് ഫോണിൽ സംസാരിക്കുക. എനിക്കാണെങ്കിൽ എന്തോ പോലെ. രാത്രി 1 മണിക്കൊക്കെ അമ്മ ആരോടായി സംസാരിക്കുന്നേ? TV ഓൺ ചെയ്ത് ഫുട്ബോൾ മുഴുവനും ഞാൻ കണ്ടു. ആ ഗെയിം കഴിഞ്ഞപ്പോൾ വെളുപ്പിനെ 3:30 TV ഓഫ് ചെയ്തിട്ട് കിടക്കാൻ റൂമിലേക്ക് നടക്കുമ്പോഴേക്കും അമ്മ അപ്പോഴും കോള് ചെയ്യുകയാ. എനിക്ക് നല്ല സങ്കടവും ദേഷ്യവും വന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ അമ്മ പതിവ് പോലെ അടുക്കളയിലാ. എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ റെഡിയാക്കുകയാണ് ആള്. ക്ലാസ്സിലിരിക്കുമ്പോഴുമൊക്കെ എൻ്റെ ചിന്ത വീട്ടിലായിരുന്നു. അമ്മയുടെ ഫോൺ വിളി, അമ്മയുടെ ഫോൺ ഹിസ്റ്ററി നോക്കാൻ അങ്ങനെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞ് അമ്മ കുളിക്കുന്ന സമയം നോക്കി ഞാൻ കാത്തിരുന്നു. ഫോണെടുത്ത് ചാർജിലിട്ട് അമ്മ ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ ഞാൻ ഓടി വന്നു. ഫോണെടുത്ത് നോക്കി. ഹിസ്റ്ററി സെർച്ച് ചെയ്യുമ്പോഴേക്കും അതാ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ജോജി അങ്കിളായിട്ടാ അമ്മയുടെ സൊള്ളൽ. എനിക്ക് നല്ല സങ്കടം തോന്നി. സങ്കടം എന്ന് പറഞ്ഞാല് ഞാൻ അന്ന് രാത്രി പൊട്ടിക്കരഞ്ഞുപോയി. എന്തോ ഒരു ദിവസം മാത്രമല്ല, രാത്രി 11 മണി മുതൽ വെളുപ്പിന് 4:15 വരെ ഇന്നലെ മാത്രം. അതും ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും. എല്ലാ ദിവസവും ഇത് തന്നെയാന്ന് എനിക്ക് മനസ്സിലായി. അമ്മയുടെ വാട്സപ്പ് എടുത്ത് നോക്കി. അതിലുണ്ടായിരുന്ന കുറെ മെസ്സേജുകൾ സ്ക്രോൾ ചെയ്ത് ബാക്കി വായിക്കുമ്പോഴേക്കും അമ്മ പുറത്തിറങ്ങുന്ന ശബ്ദം കേട്ടു. ഫോൺ അവിടെ വെച്ച് ഞാൻ വേഗം അപ്പുറത്തേക്ക് മാറിക്കളഞ്ഞു. മുറിയിലേക്ക് പോയി. അന്ന് ഒത്തിരി മനസ്സ് വിഷമിച്ച ഞാൻ കിടന്നേ. എൻ്റെ അച്ഛനെ ചതിക്കുമല്ലേ അമ്മ. എനിക്ക് കരച്ചിൽ സഹിക്കാനായില്ല. അമ്മ ശരിക്കും ഞാൻ ഫോൺ നോക്കുന്ന കണ്ടിരുന്നെങ്കിൽ ദേഷ്യപ്പെട്ടേനെ എന്ന് എനിക്ക് തോന്നി. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. കരഞ്ഞു കരഞ്ഞ് എനിക്ക് പനി പിടിച്ചു. ചുട്ടാൽ പറഞ്ഞാൽ അങ്ങ് പൊള്ളി പിടിക്കുന്ന പോലുള്ള പനി. രാത്രി 8 മണിയൊക്കെ ആയപ്പോഴേക്കും പനി കൂടി ഞാൻ ഛർദിച്ചു. അമ്മ എനിക്ക് പാരസെറ്റാമോളൊക്കെ തന്നുവെങ്കിലും കാര്യമില്ലായിരുന്നു. രാത്രിയാകുമ്പോഴേക്കും ഒട്ടും വയ്യാതെയായി. തീ പോലെ പൊള്ളുന്ന പനി. അമ്മ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ തന്നെ നീ വേഗം ഒരുങ്ങും മോനെ, നമുക്ക് ആശുപത്രിയിൽ പോവാമെന്ന് പറയുമ്പോഴേക്കും ഞാൻ വേഗം ഒരു ഷർട്ടും പാൻസും എടുത്തിട്ടു. അമ്മ ഒരുങ്ങാൻ മുറിയിൽ കയറി. കുറെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇറങ്ങുന്നില്ല. ഞാൻ വിളിച്ചു ചോദിച്ചു, എത്ര നേരമായി അമ്മേ, ഒന്ന് ഇറങ്ങി വാ. ഇപ്പൊ വരാ മോനെ, നിക്ക് എന്നമ്മ വിളിച്ചു പറഞ്ഞു. ഏതാണ്ടൊരു 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇറങ്ങി വന്നു. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അമ്മ ഒരു വലിയ വില കൂടിയ പുതിയ സാരി ഉടുത്തിരിക്കുന്നു. പെർഫ്യൂം അടിച്ചു. മുടിയൊക്കെ പ്രത്യേക രീതിയിൽ കെട്ടി അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടുണ്ട്. ഇതിപ്പോ എന്താ കഥ? ഞാൻ ആലോചിച്ചു. അപ്പോഴേക്കും അച്ഛൻ്റെ അനിയൻ ഓട്ടോറിക്ഷ കൊണ്ടുവന്നു. ഞാനും അമ്മയും ഓട്ടോയിൽ കയറി ആശുപത്രിയിലെത്തി. ഇഞ്ചക്ഷൻ എടുത്തു എനിക്ക് 2 എണ്ണം. കുറച്ചു നേരം ഡ്രിപ്പിട്ട് കിടത്തി ആശുപത്രിയിൽ. അത് കഴിഞ്ഞ് ഗുളികയൊക്കെ തന്നിട്ട് വീട്ടിൽ പോയി 4 ദിവസം കഴിക്കണമെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. ആശുപത്രിയിൽ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. ഞാനും അമ്മയും വെളിയിൽ നിന്നു. ഒട്ടും നിൽക്കാനും നടക്കാനും വയ്യാത്ത അവസ്ഥ. ഏതേലും ഓട്ടോ വിളിക്കമ്മേ, വേഗം ഒന്ന് പോയി എനിക്ക് കിടന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും അമ്മ എന്നോട് പറയുക,
ഓട്ടോ വിളിക്കണ്ട മോനെ, നമ്മുടെ ജോജി അങ്കിൾ ഇപ്പൊ വീട്ടിൽ കൊണ്ട് വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ ഇപ്പോ വരും കേട്ടോ. അപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായേ. അമ്മ ഇത്ര സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങി വന്നത് എന്തിനാണെന്നൊക്കെ. ഞാൻ നോക്കുമ്പോ ദേ വരുന്നു നമ്മുടെ ബ്ലാക്ക് ഫോർച്യൂണർ. അങ്കിൾ വണ്ടിയെ കടുത്ത് കൊണ്ടുവന്ന് നിർത്തി. ഞാനും അമ്മയും വണ്ടിയിൽ കയറി. ബാക്ക് സീറ്റിലാ ഞങ്ങൾ ഇരുന്നേ. അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു ഞാൻ. വണ്ടിയിലിരുന്ന് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. നല്ല ക്ഷീണമായിരുന്നു എനിക്ക്. വീട്ടിലെത്തി കാറിൽ നിന്ന് ഇറങ്ങി. ഉടനെ അമ്മ അങ്കിളിനോട് പറഞ്ഞു കയറിയിട്ട് പോവാം, ചായ കുടിക്കാമെന്നൊക്കെ. അങ്ങനെ ജോജി അങ്കിൾ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വന്നു. ഹാളിൽ ഇരുന്നു ആള്. ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ മുറിയിലേക്ക് പോയി കിടന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഗുളികയുമായി റൂമിലേക്ക് വന്നു. ഞാനത് കഴിച്ചു. ജോജി അങ്കിള് പോയോന്ന് ചോദിച്ചപ്പോ പോയിട്ടില്ലടാ. അമ്മയും അങ്കിളും കൂടെ പള്ളിയിലെ കാശിന്റെ കണക്കൊക്കെ നോക്കി കുറച്ച് ബുക്ക് എഴുതാനൊക്കെയുണ്ട്. ഈ ഞായറാഴ്ച കാശിന്റെ കണക്ക് മുഴുവനും പള്ളിയിലച്ഛനെ കാണിക്കണമെന്ന് പറഞ്ഞു. അമ്മ എന്നിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗുളികയൊക്കെ കഴിച്ചതിന്റെ ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഞാൻ. 1/2 മണിക്കൂർ ഒന്നും അറിയാതെ ഞാൻ കിടന്നുറങ്ങി. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. നന്നായി വിയർത്തിട്ടുണ്ട്. കുറെയൊക്കെ പനി മാറിയതായിട്ട് എനിക്ക് അപ്പോൾ തോന്നി. തലവേദനയും ചൂടുമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള ആ ട്രിപ്പ് കൊണ്ട് എനിക്ക് ശരിക്കും ബാത്റൂമിൽ പോകണമെന്നുണ്ടായിരുന്നു. എണീറ്റ് ഞാൻ റൂമിന്റെ ഡോർ തുറക്കാൻ നോക്കുമ്പോഴേക്കും ഡോർ വെളിയിൽ നിന്ന് ലോക്ക് ചെയ്തേക്കുവാണെന്ന് മനസ്സിലായി. അമ്മയെന്ന് ഞാൻ ദേഷ്യത്തിൽ ഉറക്കെ വിളിച്ചു. അപ്പോൾ അമ്മ വന്ന് ഡോർ തുറന്നു തന്നു. ഞാൻ നോക്കുമ്പോ അമ്മയുടെ മുടിയൊക്കെ അഴിഞ്ഞു വല്ലാതെ കിടക്കുന്നുണ്ട്. അമ്മ എന്നോട് കുറച്ച് ദേഷ്യത്തിലാ ചോദിച്ചേ, എന്തിനാടാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നേ? കിടന്നുറങ്ങിക്കോ നീ. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന്. ഞാനന്നേരം ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് റൂമിൽ കയറി. അപ്പോഴേക്കും ജനലിൽ കൂടെ നോക്കുമ്പോഴേക്കും ജോജി അങ്കിളിന്റെ വണ്ടി അതാ മുറ്റത്ത് തന്നെ കിടപ്പുണ്ട്. കാട്ടിൽ കയറി ഞാൻ കിടന്നു. അമ്മ വന്ന് എന്റെ തലയിൽ തൊട്ട് നോക്കി. പനി കുറവുണ്ടല്ലോ, എങ്കിലും നന്നായിട്ട് ഉറങ്ങണം കേട്ടോ. ഉറങ്ങി എണീറ്റാലേ ക്ഷീണമൊക്കെ മാറത്തുള്ളൂ. അമ്മ പെട്ടെന്ന് റൂമിന്റെ വെളിയിൽ ഇറങ്ങി. ഡോർ ലോക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. നന്നായിട്ട് പനി കുറഞ്ഞിരുന്നു എനിക്ക്. കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. അമ്മയും അങ്കിളും കൂടെ എന്തൊക്കെയോ പരിപാടി ഒപ്പിച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ എൻ്റെ റൂമിന്റെ ആ ഡോറ് 3-4 പ്രാവശ്യമൊന്ന് അനക്കി. അത്ര നല്ല ലോക്കല്ലാത്തത് കൊണ്ട് അത് ഇളകി പോരുമായിരുന്നു വേഗം. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി. ഹാളിൽ വന്ന് നോക്കുമ്പോഴേക്കും അമ്മയും ജോജി അങ്കിളും അവിടെ ഇല്ല. ഒച്ചയുണ്ടാക്കാതെ ഞാൻ അമ്മയുടെ റൂമിന്റെ അടുത്ത് ചെന്നു. അവർ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കായിരുന്നു. അമ്മയുടെ റൂമിനകത്ത് നിന്നും ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എങ്കിലും എൻ്റെ ഈ പ്രായം കൊണ്ട് എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാനൊരു ചെയറെടുത്ത് വെച്ചു. ഒച്ചയുണ്ടാക്കാതെ അമ്മയുടെ റൂമിന്റെ ഡോറിനോട് ചേർത്തിട്ടു. എന്നിട്ട് മുകളിൽ കയറി നിന്ന് വാതിലിന്റെ മുകളിലെ വിടവിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച എന്റെ കണ്ണങ്ങ് തള്ളിപ്പോയി. ഞാൻ നോക്കുമ്പോ അമ്മയും മകളും കട്ടിലിൽ തന്നെയുണ്ട്. രണ്ടുപേരും കാണാൻ അത്ര രസമുള്ള അവസ്ഥയിലായിരുന്നില്ല. അമ്മ അത് അങ്കിളിനോട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നുണ്ട്. സംസാരിക്കുന്നതിനിടയിൽ അവർ മറ്റു പരിപാടികളിലേക്ക് കടക്കുന്നു. എന്തൊരു സന്തോഷത്തിലാ അമ്മയുള്ളത്. അങ്കിളും അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിപ്പിക്കലും രണ്ടുപേരും കാര്യമായി തന്നെ നടത്തുന്നുണ്ട്. എനിക്കാണെങ്കിൽ അത് ആദ്യം കണ്ടപ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു പോയിരുന്നു. ഏതൊരു മകനും സ്വന്തം അമ്മയെ ഈ രീതിയിൽ കാണാൻ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവരുടെ ആ വികാരത്തിലേക്കും എത്തിയെന്ന് വേണം പറയാൻ. കുറച്ചു കഴിയുമ്പോഴേക്കും അവരുടെ ചിരിയും സന്തോഷം കൊണ്ടുള്ള ഓരോ ശബ്ദവുമൊക്കെ എന്നെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചു. അങ്കിളും അമ്മയും കൂടി ഓരോ നിമിഷവും അവിടെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. എനിക്കിപ്പോ ദേഷ്യമൊക്കെ മാറി കേട്ടോ. ഒരു 20 മിനിറ്റ് കണ്ടു നിന്നപ്പോ തന്നെ എനിക്ക് ഇനിയും ഇത് കാണണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി.
എൻ്റെ അമ്മയുടെ സൗന്ദര്യം ഞാൻ പല രീതിയിലും കണ്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നേ. അമ്മയുടെ അന്നത്തെ ആ പെർഫോമൻസ് എൻ്റെ മനസ്സിനെ ആകെ അങ്ങ് മാറ്റിക്കളഞ്ഞു. അമ്മ ശരിക്കും ഈ വിഷയങ്ങളിലൊക്കെ അഗ്രഗണ്യാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളും ഒരൊന്നൊന്നര സൂപ്പർ പെർഫോമറാണെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സകല വികാരങ്ങളും അങ്കിള് പുറത്തെടുപ്പിച്ചു. അമ്മയുടെ ആ പെർഫോമൻസ് എത്ര കാലം കഴിഞ്ഞാലും ഞാൻ മറക്കില്ല. അതുപോലെയായിരുന്നു. കുറെ സമയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പങ്കുവെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്കിൾ ക്ലോക്കിൽ നോക്കി. അതാ സമയം 3:30 ആയിട്ടുണ്ട്. പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ സമയമായി. ഞാൻ എന്നാ പോട്ടെ. അമ്മ അപ്പോഴേക്കും നാണത്തോടെ ചിരിച്ചു. ശരി, ഇനി എപ്പോഴാ? അമ്മയുടെ ആ ചോദ്യം കേട്ടപ്പോഴേക്കും അങ്കിളും വല്ലാത്തൊരു ചിരിയായിരുന്നു. എനിക്ക് വരെ അമ്മയുടെ ആ നാണം കണ്ട് നാണം വന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഇനി എപ്പോഴാണെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലല്ലേ ഇതൊക്കെ കാലേക്കൂട്ടി വീട്ടിൽ തന്നെ നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ. ആ ദിവസം ഞാൻ പുറത്തു പോയാൽ എനിക്ക് ഈ കാഴ്ചകളൊക്കെ മിസ്സാവില്ലേ? ആ സമയത്ത് ജോലിക്ക് പോയ എൻ്റെ അച്ഛനെ പറ്റി ഞാൻ തീരെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. ഞാൻ വേഗം ചാടിയിറങ്ങി കസേര പഴയ സ്ഥലത്ത് വെച്ച് ഓടി എൻ്റെ മുറിയിൽ പോയി ഉറങ്ങുന്നത് പോലെ കിടന്നു. ജനലിലൂടെ നോക്കുമ്പോഴേക്കും അങ്കിൾ കാറുമെടുത്ത് പോകുന്നുണ്ടായിരുന്നു. പുറത്തു നിന്നിരുന്ന അമ്മ ഇറങ്ങി അങ്ങോട്ട് ചെന്ന് അങ്കിളിന് ടാറ്റയൊക്കെ കൊടുത്തു. കുറച്ച് കഴിയുമ്പോഴേക്കും ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്ത് രസമായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൂട്ടിയത്. എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ഇതുപോലുള്ള അനുഭവമൊക്കെ വരണമെങ്കിൽ 5-6 വർഷം കൂടിയൊക്കെ കാത്തിരിക്കണം. എന്നാലല്ലേ എൻ്റെ കല്യാണം കഴിയുള്ളൂ. ഈ ഒരു സന്ദർഭം കൊണ്ട് എൻ്റെ അമ്മയെ പറ്റിയുള്ള ചിന്ത എൻ്റെ മനസ്സിലങ്ങ് ആകെ മാറിപ്പോയി. ഞാൻ കുറേ നേരം കട്ടിലിൽ കിടന്നു. അന്നത്തെ ദിവസം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നോടൊന്ന് സംസാരിക്കുമ്പോഴൊക്കെ. അന്ന് രാത്രി ഞാനും അമ്മയും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴേക്കും അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ആ ചിരിയും കളിയുമൊക്കെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അമ്മ ഏതായാലും ജോജി അങ്കിളുമ്മ ഇതുപോലെയുള്ള നിമിഷങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്ന്. ആ ആഗ്രഹ പൂർത്തീകരണം കൊണ്ട് അമ്മ ഇപ്പോൾ മറ്റൊരു ലോകത്താ ഉള്ളത്. അതിനിടയിൽ അമ്മയുടെ ഫോണിലൊരു കോൾ വന്നു. പള്ളിയിലച്ഛനാ. കോൾ കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ അമ്മയെ വിളിച്ചത് അച്ഛൻ എന്ന് ഞാൻ ചോദിച്ചു. അമ്മ പറയുവാ, നമ്മുടെ ഇടവകയിലെ റോസമ്മ വല്യമ്മ മരിച്ചു. പക്ഷേ വല്യമ്മയുടെ വീട്ടിലെ മൂത്ത മോന്റെ വീട്ടിൽ വെച്ചാ അടക്കമൊക്കെ. കണ്ണൂരിലാണ് ആ വീടും. അപ്പോൾ അമ്മയോടും ജോജി അങ്കിളിനോടും മരിച്ച വീട് വരെ നാളെ പോകാമോ എന്ന്. ഞാനെപ്പോഴേക്കും മനസ്സിലോർത്തു, കള്ളി ഈ വീട്ടിൽ വെച്ചുണ്ടായിരുന്ന പരിപാടികളൊക്കെ പോരാഞ്ഞിട്ട് ഇനി അങ്ങ് കണ്ണൂര് പോയിട്ടാണോ ബാക്കിയെന്ന്. ഞാനും വരട്ടെ അമ്മയെന്ന് ചോദിച്ചപ്പോ ശരി നീയും വന്നോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാനും ഒന്ന് ഉഷാറായി. എനിക്ക് കൊതിയായി ഇനി അവരുടെ അടുത്ത പരിപാടികളൊക്കെ കാണാൻ. അല്ലെങ്കിലും ഇതുപോലെ സുന്ദരി അമ്മയും നല്ല ഉശിരൻ അമ്മയുടെ കൂട്ടുകാരനുമുണ്ടെങ്കിൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണാൻ നമുക്കൊരു പഞ്ഞവും ഉണ്ടാവില്ല. എന്താ അങ്ങനെ തന്നെയല്ലേ? എന്റെ സുന്ദരി അമ്മയുടെ സൗന്ദര്യം മുഴുവനും ഇപ്പൊ എന്റെ കൺമുന്നിൽ ഒരു വീഡിയോ പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഏതായാലും അമ്മയെ കിട്ടിയ ജോജി അങ്കിളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കണ്ണൂര് ചെല്ലുമ്പോ കാണാൻ പോകുന്ന കാഴ്ച എന്തൊക്കെയായിരിക്കും അല്ലേ? അതോർത്തിട്ട് ഇപ്പോഴേ കൊതിയായിട്ട് വയ്യ. നല്ല അടിപൊളി കഥയുമായി നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കാണാട്ടോ. ഈ കഥ നമുക്ക് ഫുള്ളായിട്ട് കേൾക്കണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ട് മിസ് ചെയ്യില്ലേ. അടുത്ത ദിവസം സൂപ്പർ കഥയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ മെമ്പർഷിപ്പൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും അത് വേഗം എടുത്തോളൂ. അപ്പോൾ പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് വേഗം കിട്ടും. ബൈ ബൈ ഡിയേഴ്സ്.